Hi everyone, it's me Momsy. Welcome to day 21 of our 21 days challenge. നമ്മൾ ഈ ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മെയ് ഫസ്റ്റിനായിരുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജേർണി ആയിരുന്നു ഇത്രയും ദിവസം. നമ്മൾ അവിടെ മാറ്റാൻ ശ്രമിച്ചത് നമ്മുടെ സിറ്റുവേഷൻ മാത്രമായിരുന്നില്ല. നമ്മൾ മാറ്റാൻ ശ്രമിച്ചത് നമ്മുടെ ലൈഫിനെ തന്നെയായിരുന്നു, നമ്മളെ തന്നെയായിരുന്നു. ഇന്ന് ആ ഒരു ജേർണിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസിലാണ് നമ്മളുള്ളത്, 20th ഡേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ കുറിച്ചിട്ടാണ്. നാളെയുടെ ആകാശങ്ങളിൽ നിങ്ങളാകാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. കാരണം ഓരോ വലിയ ജീവിത മാറ്റത്തിന് പിന്നിലും ആരും കാണാത്ത ഒരു സൈലന്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഒരു ദിവസം പെട്ടെന്ന് ആകാശത്തു നിന്ന് വീഴുന്നതല്ല നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു ദിവസം പെട്ടെന്ന് നമ്മെ തേടി വരുന്നതല്ല നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഒരു രാത്രി കൊണ്ട് മനസ്സിൽ നിറയുന്നതല്ല സമാധാനവും. നിങ്ങൾ ഇന്ന് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് നാളത്തെ നിങ്ങളുടെ വലിയ ജീവിതത്തെ ബിൽഡ് ചെയ്യുന്നത്. സോ ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്, നിങ്ങളാകാൻ പോകുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുമോ ഇല്ലയോ? ജസ്റ്റ് നിങ്ങൾ ഇതിനൊന്ന് ആൻസർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മളിൽ പലർക്കും ഒരു ഡ്രീം ലൈഫ് വേണം, ഒരു പീസ്ഫുൾ ലൈഫ്, ഒരു ഹെൽത്തി മൈൻഡ്, മനോഹരമായിട്ടുള്ള വീട്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സ്നേഹം നിറഞ്ഞ റിലേഷൻഷിപ്സ്. പക്ഷെ പലപ്പോഴും ആ മനോഹരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ മനസ്സിൽ കാണുമ്പോഴും നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു വേർഷന് ഒരല്പം കുറച്ച് കാണാറുണ്ട്, അല്ലേ? നമ്മൾ ചിന്തിക്കും, ഞാൻ അതിനൊന്നും റെഡിയല്ല, ഞാൻ അതിനൊക്കെ അർഹയാണോ, എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, ഞാൻ വിചാരിച്ച അതൊന്നും നടക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഒരു ചെറിയ വിത്തിനെ നോക്കിയാൽ അതൊരിക്കലും ഒരു വലിയ മരം പോലെ തോന്നില്ല. പക്ഷെ ആ ചെറിയ വിത്തിന്റെ ഉള്ളിൽ ഒരു വലിയ കാടായി മാറാനുള്ള മുഴുവൻ പൊട്ടൻഷ്യലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളുടെ ആ മനോഹരമായിട്ടുള്ള ഫ്യൂച്ചർ വേർഷൻ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്നതാണ്. നിങ്ങൾ മടുപ്പ് മാറ്റിവെച്ച് ഉണരുന്ന ഓരോ പ്രഭാതവും, സ്വയം വേദനിപ്പിക്കാതെ മനസ്സമാധാനത്തിനായി നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും, നിങ്ങളുടെ മനസ്സിൽ വിരിയുന്ന ഓരോ പ്രാർത്ഥനയും നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഫ്യൂച്ചർ സെൽഫിനെ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മനോഹരമായ ജീവിതം കൈകാര്യം ചെയ്യാൻ ഒരല്പം കൂടി ശക്തമായ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഒരല്പം കൂടി ശാന്തമായിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. കൺസിസ്റ്റൻസി ആവശ്യമുണ്ട്. പേഷ്യൻസ് ആവശ്യമുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് പ്രതിസന്ധികളിൽ പെട്ടെന്ന് പാനിക് ആകുന്ന ഒരാളല്ല. അവൾ ഇമോഷണലി വളരെ സ്ട്രോങ്ങർ ആണ്. ആർക്കൊക്കെ എവിടെയൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണമെന്ന് അവൾക്കറിയാം. സ്വന്തം വാല്യൂ എന്തെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവളാണ് അവൾ. അതുകൊണ്ട് ഇന്ന് മുതൽ, ഈ ഒരു മൊമെന്റ് മുതൽ പതുക്കെ പതുക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിയായി ജീവിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ മാനസികമായി കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറുന്നു. നിങ്ങളുടെ ഹൃദയം ഭയങ്കര പീസ്ഫുൾ ആകുന്നു. നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നു. നല്ല ഹാബിറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ നിങ്ങൾ ധൈര്യമായിട്ട് സഞ്ചരിക്കുന്നു. ആ മനോഹരമായിട്ടുള്ള ഭാവിയിൽ നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ വിഷമിച്ചിരിക്കുന്ന നിങ്ങളോട് വന്ന് എന്ത് പറയും? ഒരു പക്ഷേ അവൾ നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറയുമായിരിക്കും: നീ കടന്നു പോകുന്ന ഈ സങ്കടങ്ങളും തടസ്സങ്ങളും എല്ലാം താൽക്കാലികം മാത്രമാണ്. ഇന്ന് നീ കണ്ണീരോടെ മറികടക്കുന്ന ഈ വേദനകളാണ് നാളെ നിന്റെ ഏറ്റവും വലിയ കരുത്ത്. മുന്നോട്ട് നടക്കൂ, കാരണം നിനക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടെന്ന്. ഒരുപാട് ആളുകൾ എപ്പോഴും തങ്ങളുടെ ഭാവി മാറ്റാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഭാവിയെ മാറ്റാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ശീലങ്ങളെ മാറ്റുക എന്നത് മാത്രമാണ്. സോ സ്മോൾ സ്റ്റെപ്പ് മാറ്റേഴ്സ്, സ്ലോ ഗ്രോത്ത് മാറ്റേഴ്സ്. നിങ്ങൾ പോലും അറിയാതെ ഉള്ളിൽ നടക്കുന്ന സൈലന്റ് പ്രോഗ്രസ് പോലും ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. സോ ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ നോട്ട് തുറന്ന് 3 കാര്യങ്ങൾ നിങ്ങൾ ആൻസർ എഴുതണം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എങ്ങനെയായിരിക്കണം. രണ്ടാമത്, അവൾക്ക് എങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഉണ്ടാവുക. മൂന്നാമത്, ആ വ്യക്തിയിലോട്ട് എത്താൻ ഇന്നു മുതൽ നിങ്ങൾ മാറ്റാൻ പോകുന്ന നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്. നമ്മളുടെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.